Hello, my friends. I'm Abdul Samad, Kerala PSC Assistant Engineer, Sub-Engineer KSCBയുടെ പാർട്ട് 5 സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക് DC ജനറേറ്റർ സെക്കൻഡ് പാർട്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ മുകളിലെ ലിങ്കിൽ പോയി അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യമായി നമുക്കതിൻ്റെ തിയറി ഒന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞ സാധനമാണ് ലോസസ്. DC ജനറേറ്റർ ആണെങ്കിലും അതുപോലെ തന്നെ DC മോട്ടർ ആണെങ്കിലും ലോസസ് സെയിം ലോസസ് ആയിരിക്കും. പറയുന്നതാണ് കോപ്പർ ലോസ്, അതുപോലെ തന്നെ അയൺ ലോസ്, മെക്കാനിക്കൽ ലോസ്. ഇതാണ് മേജർ ക്ലാസിഫിക്കേഷൻ 3 ലോസിൻ്റെ. ഇനി കോപ്പർ ലോസിൽ ആർമേച്ചർ കോപ്പർ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ ഷണ്ട് കോപ്പർ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ സീരീസ് കോപ്പർ ലോസ് ഉണ്ട്. അയൺ ലോസസിൽ ഹിസ്റ്ററിസിസ് ലോസ്, എഡ്ഡി കറന്റ് ലോസ്. മെക്കാനിക്കൽ ലോസിൽ പറയുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ലോസ്, അതുപോലെ തന്നെ വിൻറ്റേജ് ലോസ്. ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫുൾ ലോഡ് ലോസസിൽ ഏറ്റവും കൂടുതലുള്ള ലോസസ് ഏതാണ്? ആർമേച്ചർ കോപ്പർ ലോസ് ആണ്. 30 to 40% ഓഫ് ഫുൾ ലോഡ് ലോസ് ആണ് ആർമേച്ചർ കോപ്പർ ലോസ്. ഏറ്റവും കുറവ് ലോസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ലോസ് ആൻഡ് വിൻറ്റേജ് ലോസ് ആണ്. 10 to 20% ഓഫ് ഫുൾ ലോഡ് ലോസ്. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇതിൽ നിന്ന് അറിയേണ്ട സാധനമാണ് എന്താണ് സ്ട്രേ ലോസ് എന്നുള്ളതാണ്. അയൺ ലോസും മെക്കാനിക്കൽ ലോസും കൂടി സാധനമാണ് എന്ത്? സ്ട്രേ ലോസ്. ഇനി നെക്സ്റ്റ് ടേമാണ് കോൺസ്റ്റന്റ് ലോസ്. കോൺസ്റ്റന്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഷണ്ടും അതുപോലെ തന്നെ ഈ സ്ട്രേ ലോസും കൂടി സാധനമാണ് കോൺസ്റ്റന്റ് ലോസ്. അപ്പോൾ മേജറായിട്ട് 2 ക്ലാസിഫിക്കേഷനാണ്, കോൺസ്റ്റന്റ് ലോസും വേരിയബിൾ ലോസും. വേരിയബിൾ ലോസ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കോപ്പർ ലോസാണ്. ഇനി അടുത്ത ടേം കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ ലോസിൻ്റെ ബേസിലാണ്. കോൺസ്റ്റന്റ് ലോസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ ലോസ്. ഇങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് ലോസും വേരിയബിൾ ലോസും ഈക്വൽ ആണെങ്കിൽ അവിടെയായിരിക്കും മാക്സിമം എഫിഷ്യൻസി ഉണ്ടാകും. ഇനി അടുത്ത ടൈമാണ് ആർമേച്ചർ റിയാക്ഷൻ. എന്താണ് ആർമേച്ചർ റിയാക്ഷൻ എന്നുള്ളതാണ്. ആ പേര് തന്നെയുണ്ട് ആർമേച്ചർ. സാധാരണ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻ ഫ്ലക്സ് ആണ്. ആ മെയിൻ ഫ്ലക്സിൻ്റെ അവിടെ ആർമേച്ചറിൻ്റെ ഫ്ലക്സ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റാണ് ആർമേച്ചർ റിയാക്ഷൻ. അതിന് 2 എഫക്റ്റാണ്. ഒന്ന് ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണ്. ഡിമാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിനെ കുറക്കും. പിന്നെ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ്. ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ സംഭവിക്കും. മെയിൻ ഫ്ലക്സിന് ഉള്ള ആ ഒരു ഫ്ലക്സിന് വ്യതിചലനം സംഭവിക്കും. അതുകൊണ്ടുണ്ടാകുന്നതാണ് സ്പാർക്കിങ് സംഗതികൾ, ഡിസ്റ്റോർഷൻ സംഭവിക്കും അവിടെ. ഈ 2 എഫക്റ്റുകളാണ് ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്നത്. അതിന് പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് കോമ്പൻസേറ്റീവ് വൈൻഡിങ്. ഈ കോമ്പൻസേറ്റീവ് വൈൻഡിങ് പ്ലേസ് ചെയ്യുന്നത് അത് പോൾ ഷൂലാണ് നമ്മൾ ഉപയോഗിക്കുക. പോൾ ഷൂല് സ്ലോട്ടുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ കോമ്പൻസേറ്റീവ് വൈൻഡിങ് പ്ലേസ് ചെയ്യുക. ഇതെന്തിനാ വെച്ചാൽ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്റീവ് വൈൻഡിങ് ഉപയോഗിക്കുന്നത്. ഇതിനടുത്ത് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞതിൽ പഠിച്ചു, കമ്മ്യൂട്ടേറ്റർ പഠിച്ചു. അപ്പോൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കോയിൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ കറണ്ട് എന്ത് സംഭവിക്കും? ആ കോയിലിലെ കറണ്ട് റിവേഴ്സ് ചെയ്യും. ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് കമ്മ്യൂട്ടേഷൻ. അത് നടക്കുന്ന പീരീഡിനെ പറഞ്ഞ പേരാണ് കമ്മ്യൂട്ടേഷൻ പീരീഡ്. അത് ഷോർട്ട് സർക്യൂട്ട് കോയിൽ കറണ്ട് റിവേഴ്സിൽ നടക്കുന്ന പീരീഡിന് പറഞ്ഞ പേരാണ് കമ്മ്യൂട്ടേഷൻ പീരീഡ്. ആ പീരീഡിനുള്ളിൽ കമ്മ്യൂട്ടേഷൻ പൂർണ്ണമായി നടന്നിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സ്പാർക്കിംഗ്. അവിടെ കമ്മ്യൂട്ടേറ്ററിൻ്റെ അവിടെയും ബ്രഷിൻ്റെ അവിടെയും സ്പാർക്കിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പാർക്കിംഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ റിയാക്റ്റൻസ് വോൾട്ടേജാണ്. റിയാക്റ്റൻസ് വോൾട്ടേജ് എന്നാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് റിയാക്റ്റൻസ് വോൾട്ടേജ്. ഇത് കാരണമാണ് അവിടെ സ്പാർക്കിംഗ് പ്രൊഡ്യൂസ് ചെയ്യുക. നമുക്ക് സ്പാർക്ക്ലെസ് ആയ കമ്മ്യൂട്ടേഷൻ വേണം. അതിനുള്ള 2 മെത്തേഡ്സുകളാണ് റെസിസ്റ്റൻസ് മെത്തേഡും അതുപോലെ തന്നെ EMF
റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷനും അതുപോലെ തന്നെ EMF കമ്മ്യൂട്ടേഷൻ. റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ വളരെ സിമ്പിളാണ്. അവിടെ ഉണ്ടാകുന്ന ബ്രഷ് ചേഞ്ച് ചെയ്താൽ മതി. കോപ്പർ ബ്രഷിനെ മാറ്റിയിട്ട് കാർബൺ ബ്രഷ് യൂസ് ചെയ്യുക. ഇനി EMF കമ്മ്യൂട്ടേഷനിൽ മേജറായിട്ട് പറയുന്ന സാധനമാണ് ഇന്റർപോൾ. ആ പേര് തന്നെ ഉണ്ട്. മെയിൻ പോളിൻ്റെ ഇടയിലാണ് ഈ ഇന്റർപോൾ വെക്കുക. ഇതിന് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂട്ടേഷൻ സ്പാർക്ക്ലെസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫങ്ഷൻ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനും സാധിക്കും ഇന്റർപോളും. ഇനി അടുത്തുള്ള ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫാണ്. 3 ഗ്രാഫുകളാണ് മേജറായിട്ട് പറയുന്നത്. OCC, ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറെ പേരാണ് മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിന് പറഞ്ഞ വേറെ പേരാണ് നോ ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ E0/IF ആണ്. E0 എപ്പോഴും ഫസ്റ്റ് പറയുന്ന സാധനം എന്തായിരിക്കും, Y ആക്സിസിലായിരിക്കും ഉണ്ടാവുക. E0 X ആക്സിലാണ് IF. E0 എന്ന് പറഞ്ഞാൽ നോ ലോഡ് EMF ആണ്. IF എന്ന് പറഞ്ഞാൽ ഫീൽഡ് കറന്റ് ആണ്. ഇനി അടുത്ത സാധനം സെക്കൻഡാണ് ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇന്റേണൽ, ആ വേർഡ് തന്നെയാണ് ഇന്റേണൽ. അപ്പോൾ ആർമേച്ചറിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ആർമേച്ചർ ജനറേഷൻ നടത്തുന്ന, ആർമേച്ചറിലാണ് EMF ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ജനറേറ്റഡ് EMF വേഴ്സസ് IA, ആർമേച്ചർ കറന്റ്. ഇനി എക്സ്റ്റേണൽ, ആ പേര് തന്നെയാണ് എക്സ്റ്റേണൽ, പുറത്താണ്. അതായത് ആർമേച്ചറിൻ്റെ ഉള്ളിലല്ല, പുറത്താണുള്ളത് എക്സ്റ്റേണൽ. അപ്പോൾ ലോഡിലാണ് സംഭവിക്കുന്നത്. അവിടെ ഉണ്ടാകുന്നതാണ് വി എന്ന ടെർമിനൽ വോൾട്ടേജ് വേഴ്സസ് IL, ലോഡ് കറന്റ്. ഇതാണ് 3 മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ OCC സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ OCC ഇങ്ങനെ ഒന്ന് ആയിരിക്കും അതിൻ്റെ ഗ്രാഫുകൾ ഉണ്ടാവുക. ഇനി പറഞ്ഞ സാധനമാണ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് ക്രിട്ടിക്കൽ സ്പീഡ്. ഫസ്റ്റ് നമ്മൾ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എങ്ങനെ കിട്ടുന്നത്, നമ്മൾ നേരത്തെ OCC വരച്ചു. അത് ജസ്റ്റ് ടാൻജൻ്റ് ആയിട്ട്, ഇത് ടാൻജൻ്റ് ആയി വന്നിട്ടില്ല, ജസ്റ്റ് അത് മുട്ടിച്ചിട്ടൊന്ന് ടാൻജൻ്റ് ആയിട്ട് വരയ്ക്കാം. അത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് ഇവിടുത്തെ കറണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ EMF-ഉം നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഈ EMF ഡിവൈഡ് ബൈ ഈ കറണ്ട് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കിട്ടുക. ആ റെസിസ്റ്റൻസ് ആണ് എന്ത്, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം റെസിസ്റ്റൻസ് ആണ്, വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള മാക്സിമം റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ റെസിസ്റ്റൻസ് ഷണ്ട് ജനറേറ്ററോ അല്ലെങ്കിൽ ഏത് ജനറേറ്റർ, ഷണ്ടാണെങ്കിലും കോമ്പൗണ്ട് ആണെങ്കിലും അതിനെ ഫീൽഡ് വൈൻഡിങ്സിനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, എക്സൈറ്റ് ചെയ്യില്ല. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്സിന് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിൽ, അതായത് ഫീൽഡ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന റോട്ടറിനുണ്ടാകുന്ന, അതായത് ആർമേച്ചർ ഉണ്ടാകുന്ന സ്പീഡാണ് ക്രിട്ടിക്കൽ സ്പീഡ്. അപ്പോൾ ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും ചെറിയ സ്പീഡിൽ നമ്മൾ റോട്ടർ അല്ലെങ്കിൽ ആർമേച്ചർ കറങ്ങുകയാണെങ്കിൽ അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത സാധനമാണ് പറയുന്നത് വോൾട്ടേജ് ബിൽഡപ്പിൻ്റെ കണ്ടീഷൻസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 പറഞ്ഞു. ഫസ്റ്റത്തെ കണ്ടീഷൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ റെസിസ്റ്റൻസ് ആർക്ക് വേണം, ഫീൽഡ് വൈൻഡിങ്സിന് വേണം. രണ്ടാമത്തെ കണ്ടീഷൻ ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും കൂടുതലായ സ്പീഡിലായിരിക്കണം ആർമേച്ചർ അല്ലെങ്കിൽ റോട്ടർ കറങ്ങേണ്ടത്. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റെസിഡ്യൂവൽ മാഗ്നറ്റിസം എല്ലാ സമയത്തും ആ ജനറേറ്ററിൻ്റെ പോൾസിൽ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, ഷണ്ട് ഫീൽഡ് കോയിൽസിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് കണക്ഷൻസ് ആയിരിക്കണം. ഇനി അടുത്ത പറയുന്നത് വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. വോൾട്ടേജ് റെഗുലേഷൻ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന സാധനമാണ്. E0 മൈനസ് V/V × 100 ആണ് വോൾട്ടേജ് റെഗുലേഷൻ. ഇനി യൂസസ് എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞാണ് വോൾട്ടേജ് റെഗുലേഷൻ നമ്മൾ E0 മൈനസ് V/V × 100 ആണ്. നോ ലോഡിലാണെങ്കിൽ ഏറ്റവും പൂറസ്റ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ അത് സീരീസിലായിരിക്കും. അതുപോലെ തന്നെ ഓൺ ലോഡുള്ള സമയത്താണ് ഏറ്റവും പൂറസ്റ്റ് എന്നാൽ ഡിഫറൻഷ്യലി കോമ്പൗണ്ടറിലായിരിക്കും. വോൾട്ടേജ് റെഗുലേഷൻ നെഗറ്റീവ് വരുന്നത് ഓവർ കോമ്പൗണ്ടഡ് ജനറേറ്ററിലായിരിക്കും. അപ്പോൾ തന്നെ 0 എന്നുള്ള വാല്യൂ വരും. 0 എന്നുള്ള വാല്യൂ വരൽ ഐഡിയൽ ജനറേറ്ററിനാണ്. വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷൻസ് ഒന്ന് ഞാൻ എഴുതി തരാം. E0
E0 എന്നാൽ നോ ലോഡ് EMF മൈനസ് V ഡിവൈഡ് ബൈ V. V എന്നാൽ ടെർമിനൽ വോൾട്ടേജ് ഇൻറ്റു 100. അതാണ് വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷൻ. ഇനി യൂസസ്, DC ജനറേറ്ററിന് യൂസസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഷണ്ട് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ചാർജിങ് ബാറ്ററി ചാർജിങ്ങിനാണ്. അതുപോലെ തന്നെ സീരീസ് ജനറേറ്റർ ബൂസ്റ്റേഴ്സിലാണ് ഉപയോഗിക്കുക. ക്യുമുലേറ്റീവ് ഇലക്ട്രിക്കൽ റെയിൽവേസ്, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഫോർ ലാമ്പ് ലോഡിലൊക്കെയാണ് ഉപയോഗിക്കുക. അതുപോലെ ഡിഫറൻഷ്യൽ, എപ്പോഴും ചോദിക്കുന്നതാണ് ഡിഫറൻഷ്യൽ എവിടെയാണ് യൂസ് ചെയ്യുക? ആർക്ക് വെൽഡിങ്ങിലാണ് യൂസ് ചെയ്യുക. ആ പോയിന്റ് ഓക്കെ. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, the external characteristics of a generator is the relationship between ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്താണ്. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്താണ്. അപ്പോൾ ആർമേച്ചറിൽ സംഗതി ഉണ്ടാവില്ല, ലോഡുള്ള സംഗതികളായിരിക്കും. ഓപ്ഷൻ എ ആണ് ലോഡ് കറന്റ് ആൻഡ് ടെർമിനൽ വോൾട്ടേജ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് കറന്റ് റിവേഴ്സൽ വൈൽ ഇറ്റ് ക്രോസസ് MNA is called എന്താണ്? കമ്മ്യൂട്ടേഷൻ. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിലൂടെ കറന്റ് ഷോർട്ട് സർക്യൂട്ട് കോയിൽ പാസ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കറണ്ട് റിവേഴ്സൽ എന്ന് പറഞ്ഞ പേരാണ് കമ്മ്യൂട്ടേഷൻ. ഈ തേർഡ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് ഇന്റർപോൾസ് ഇൻ എ DC മെഷീൻസ് ഈസ് ടു. DC മെഷീൻസിൽ ഇന്റർപോളിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ റെഡ്യൂസ് ലോസസ് ആണ്. ഓപ്ഷൻ ബി റെഡ്യൂസ് ഫീൽഡ് വൈൻഡിങ് ലീക്കേജ് ആണ്. ഓപ്ഷൻ സി ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ ആണ്. ഡി കോമ്പൻസേറ്റ് ഫോർ എയർ ഗ്യാപ്പ് വേരിയേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ. പിന്നെ ഞാൻ വേറൊന്നും കൂടി പറഞ്ഞിരുന്നു, ഇന്റർപോളിന്റെ വേറെ ഫംഗ്ഷൻ എന്താണ്? ടു ന്യൂട്രലൈസ് ദ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. അതും ഒരു ഇന്റർപോളിന്റെ ഫംഗ്ഷനാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ എ DC ജനറേറ്റർ ദ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് റെഫർ ടു ദ റെസിസ്റ്റൻസ് ഓഫ്. എന്തിന്റെ റെസിസ്റ്റൻസ് ആണ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഫീൽഡ് ആണോ, ബ്രഷ് ആണോ, ആർമേച്ചർ ആണോ, ലോഡാണോ? ഏതിനാണ്? ഫീൽഡിന്റെ റെസിസ്റ്റൻസ് ആണ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കോമ്പൻസേറ്റീവ് വൈൻഡിങ് ആർ യൂസ്ഡ് ഇൻ DC ജനറേറ്റർ ഈസ്. എന്തിനാണ് നമ്മൾ കോമ്പൻസേറ്റീവ് വൈൻഡിങ് ഉപയോഗിക്കുക? നമ്മൾ നേരത്തെ തിയറി പറഞ്ഞപ്പോൾ കോമ്പൻസേറ്റീവ് വൈൻഡിങ് പറഞ്ഞത് ഏതിന്റെ താഴെയാണ്? ആർമേച്ചർ റിയാക്ഷന് താഴെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മൾ ടു ന്യൂട്രലൈസ് ദ ക്രോസ് മാഗ്നറ്റൈസിങ് എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇൻ എ 250 volt DC machine shunt field resistance is found to be 500 ohm. The shunt field current will be. സിമ്പിൾ ആയ സാധനമാണ്, നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. കറണ്ട് ഷണ്ട് ഫീൽഡ് കറണ്ട് I is equal to വോൾട്ടേജ് എത്രയാണ് കാണുന്നത്? 250 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 500. ഇതിങ്ങനെ സിമ്പിളായിട്ട് എടുക്കാനുള്ള കാരണം എന്താ പറയുക? ഷണ്ടാണ്. ഷണ്ട് ജനറേറ്റർ ആയതുകൊണ്ടാണ്. കാരണം 250 വോൾട്ട് പാരലാണ്. അപ്പോൾ 250 ഡിവൈഡ് ബൈ 500 ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.5. ഓപ്ഷൻ സി ആണ് ആൻസർ, 0.5 ആംപിയർ. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, ദ കറന്റ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ DC ഷണ്ട് ജനറേറ്റർ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദ ഫോർമുല. ഇത് കാണാതെ പഠിച്ചു വെക്കണമെന്നില്ല, ജസ്റ്റ് നമ്മൾ ആ സമയം തന്നെ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി. നോക്കുക, ആർമേച്ചറാണ്, ഷണ്ടാണ്, ഇത് ലോഡാണ്. ലോഡിലോട്ടാണ് പോകുന്നത്. ലോഡ് എന്നാണ് കൊടുത്തുള്ളത്. ഓക്കെ, ഇവിടെ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ കറണ്ട് എന്തായിരിക്കും? ആർമേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? IA. അത് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ആയിട്ട് ഷണ്ടിലോട്ട് പോകുന്നതിന് ISH എന്നും ഇങ്ങോട്ട് പോകുന്നതിന് എന്ത് ചെയ്യും? IL എന്നും പറയും. ISH, IL. അപ്പോൾ ഷണ്ട് ജനറേറ്ററിന്റെ ഫോർമുല എന്താണ്? കറണ്ട് എന്താ? ആർമേച്ചർ കറണ്ട് എന്തായിരിക്കും? IA ഈസ് ഈക്വൽ ടു ISH പ്ലസ് IL ആയിരിക്കും. ഓപ്ഷൻ സി. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി ഓഫ് എ ഷണ്ട് ജനറേറ്റർ ഈസ് മാക്സിമം when its variable loss equals dash loss. എഫിഷ്യൻസി നമ്മൾ രണ്ടാമത് ലോസ് പറഞ്ഞ നേരെ തൊട്ടതായ നമ്മൾ തിയറിയിൽ പറഞ്ഞതാണ്. മാക്സിമം എഫിഷ്യൻസിന്റെ കണ്ടീഷൻ വേരിയബിൾ ലോസ് ഈസ് ഈക്വൽ ടു എന്ത് ലോസ് എന്ന് പറഞ്ഞത്?
Variable loss is equal to constant loss. Option A. 9th question. The residual magnetism of a DC generator can be regained by. Residual magnetism. ഒരു DC ജനറേറ്ററിന്റെ റെസിഡ്യൂൽ മാഗ്നറ്റിസം നഷ്ടപ്പെട്ടു പോയി. അതെങ്ങനെ റീഗെയിൻ ചെയ്യാം? നമുക്കൊരു DC സപ്ലൈ ആ ഫീൽഡിലോട്ട് കൊടുത്താൽ മതി. ആണ് ഓപ്ഷൻ എ. Connecting the shunt field to a battery. 10th question. Load saturation characteristics of a DC generator gives relation between. നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാത്ത സംഗതിയാണ്. ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈ ആക്സിസിൽ വോൾട്ടേജ് ആയിരിക്കും, ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കും, എക്സ് ആക്സിൽ ഫീൽഡ് കറന്റ് ആയിരിക്കും. V/IF. ഓപ്ഷൻ ബി ആണ് ആൻസർ. V and IF. 11th question. In an ideal DC generator, the regulation is. Regulation എന്താണ് ഐഡിയൽ DC ജനറേറ്റർ? നേരത്തെ തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. It is equal to 0. 12th question. The decrease in terminal voltage of a shunt generator is due to. ഷണ്ട് ജനറേറ്ററിന്റെ വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് കുറേ ആകുമ്പോൾ ഡിക്രീസ് ചെയ്യും. അതിന് കാരണം ആർമേച്ചർ. ഓപ്ഷൻ എ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണോ? ബി ആർമേച്ചർ റിയാക്ടൻസ്, സി ആർമേച്ചർ ലീക്കേജ്, ഡി നൺ ഓഫ് എബോ. രണ്ട് ആൻസർ ആർമേച്ചർ റിയാക്ടൻസ്, ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് ഇതിൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. ഇതിൽ ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ നമ്മൾ ഇത് ചെയ്യണം. പക്ഷെ ഇവിടെ ആർമേച്ചർ റിയാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 13th question. In a DC generator, the effect of armature reaction on the main pole flux is 2. DC ജനറേറ്ററിൽ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് മെയിൻ പോൾ ഫ്ലക്സിൽ എന്താണ് സംഭവിക്കുക? ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടായാൽ മെയിൻ പോൾ ഫ്ലക്സിന്റെ ഫ്ലക്സ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഡിക്രീസ് ഇറ്റ്. 14th question. ഹിസ്റ്റെറിസിസ് ലോസ് ഇൻ എ DC മെഷീൻസ് ഡിപ്പെൻഡ്സ് ഓൺ. ഹിസ്റ്റെറിസിസ് ലോസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വോളിയം, ബി മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി, സി ഫ്രീക്വൻസി ഓഫ് മാഗ്നറ്റിക് റിവേഴ്സൽ, ഡി ഓൾ ഓഫ് ദി എബോ. ഓൾ ഓഫ് ദി എബോ. ഹിസ്റ്റെറിസിസ് ലോസ് എല്ലാ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 15th question. The effect of iron loss on DC machines is. DC മെഷീൻസിന്റെ അയൺ ലോസ് എന്തിനൊക്കെയാണ് എഫക്റ്റ് ചെയ്യുക? ഒന്ന് ഓപ്ഷൻ എ ലോസ് ഓഫ് എഫിഷ്യൻസി, ബി എക്സസീവ് ഹീറ്റിംഗ് ഓഫ് കോർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദി എബോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. എഫിഷ്യൻസി കുറക്കും, അതുപോലെ തന്നെ കോർ ഹീറ്റ് ആവും ചെയ്യും. 16th question. Out of the following losses in DC machines, which one has the highest proportion? നമ്മൾ ലോസസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതലുള്ള ലോസ് ഏതാണ്? ആർമേച്ചർ കോപ്പർ ലോസ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 17th question. When field resistance of a DC shunt generator is increased beyond its critical value, the generator. എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. DC ഷണ്ട് ജനറേറ്ററിന്റെ ഫീൽഡ് റെസിസ്റ്റൻസ് ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കില്ല? അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് സംഭവിക്കില്ല. അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും നോക്കാം. ഓപ്ഷൻ സി വിൽ നോട്ട് ബിൽഡപ്പ്. അപ്പോൾ എല്ലാ സമയത്തും ഫീൽഡ് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കണം, എന്നാലേ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുള്ളൂ. ഇനി 18th question. 18th question. In a DC generator, the brushes are always placed alone. ബ്രഷ് എവിടെയാണ് പ്ലേസ് ചെയ്യുക? ഓപ്ഷൻ എ ജോമെട്രിക് ന്യൂട്രൽ ആക്സിസ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, ഓപ്ഷൻ സി ബൈസെക്ടർ ഓഫ് GNA ആൻഡ് MNA, ഓപ്ഷൻ ഡി ദർ ഈസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഫോർ ദിസ്. പിന്നെ ഓപ്ഷൻ ബി ആണ് ബ്രഷ് എല്ലായ്പ്പോഴും പ്ലേസ് ചെയ്യുക മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിലായിരിക്കും. 19th question. A generator is said to be flat compounded when. ഫ്ലാറ്റ് കോമ്പൗണ്ടഡ്, കോമ്പൗണ്ടിലാണ് ഫ്ലാറ്റ് ഓവർ അണ്ടർ അല്ല. ഫ്ലാറ്റ് കോമ്പൗണ്ടഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നോ ലോഡ് വോൾട്ടേജും അതുപോലെ തന്നെ ടെർമിനൽ വോൾട്ടേജും എല്ലാ സമയത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലോഡ് ഓൺ ദി ജനറേറ്റർ. എന്ത് ലോഡായാലും വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടാവില്ല. 20th question.
The hysteresis laws in a DC machines are given by B raised to 1.6 into F into V, where V stands for. മുന്നേ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററിസിസ് ലോസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? അവിടെ V എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഓപ്ഷൻ എ എന്തുണ്ട്? വോൾട്ടേജ് ജനറേറ്റഡ് എന്നുള്ളത്. അത് ഓപ്ഷൻ എ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ഇവിടെ V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി അയൺ പാർട്ടാണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, വോളിയം ഓഫ് ദി അയൺ പാർട്ട്. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.